Hello students, welcome to Learn 24. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് 10th മാത്സിൻ്റെ 3rd ചാപ്റ്റർ ആയ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ്. എങ്ങനെ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഒന്ന് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സിറ്റുവേഷനും നമുക്കൊരു ഇവൻ്റായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്നത് ഒരു ഇവൻ്റാണ്. അപ്പോൾ ഈ ഇവൻറ്റിന് എത്ര റിസൾട്ട്സ് ഉണ്ടോ അതെല്ലാം അതിൻ്റെ ഔട്ട്കമ്മുകളാണ്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ഔട്ട്കംസ് നമുക്കറിയാം, ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. അപ്പോൾ മാക്സിമം 2 ഔട്ട്കംസ് അതിൽ നിന്ന് പോസിബിൾ ആണ്. ഇനി ഈ ഇവൻറ്റിൻ്റെ ഔട്ട്കംസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഔട്ട്കമ്മിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഓരോ ഔട്ട്കമ്മും വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി, അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു നമ്പറിലാണ് ഈ പ്രോബബിലിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു ഫോർമുലയുണ്ട്. എന്താണ് നമ്മുടെ ഫോർമുല? പ്രോബബിലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം പല സിറ്റുവേഷനിലും, അതാണ് ഈ പാഠത്തിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ ആണ് വരുന്നത്. എന്താ തന്നിരിക്കുന്നത്? പോസിബിലിറ്റീസ് ആസ് നമ്പർ. പ്രോബബിലിറ്റി എന്താണ്? ഒരു ഇവൻറ്റിൻ്റെ പോസിബിലിറ്റീനെ ഒരു നമ്പർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്നിരിക്കുന്നത്? പ്രോബബിലിറ്റി പോസിബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ പർട്ടിക്കുലർ ഇവൻറ്റ്. ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഔട്ട്കം വരാനുള്ള സാധ്യത, ചാൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റി, ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ പ്രോബബിലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഒരു ഇവൻറ്റിന് എത്ര ഔട്ട്കംസ് പോസിബിൾ ആണോ അതിനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. പിന്നെ അവർ ചോദ്യത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ കേസ് ഉണ്ടാവും, അതിൽ എത്ര ഔട്ട്കംസ് അതിന് ഓക്കെ ആയിട്ട് വരുന്നു, അതാണ് അതിൻ്റെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. അപ്പോൾ ഈ 2 വാല്യൂസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഫ്രാക്ഷൻ ഫോമിൽ എഴുതുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ കേസിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. സോ ഇതിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഈസി ആവും പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ 1. എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ 6 ബ്ലാക്ക് ബോൾസ് ഉണ്ട്, അതുപോലെ 4 വൈറ്റ് ബോൾസ് ഉണ്ട്. ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ബ്ലാക്ക്? അതിൽ നിന്ന് റാൻഡംലി നമ്മളൊരു ബോൾ സെലക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ബോൾ ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ അത് വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി, അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഇവൻ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്താണ് ഇവിടെ ഇവൻ്റ്? ഒരു ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്, ആ ബോക്സിൽ നിന്ന് ഒരു ബോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതാണ് നമ്മുടെ ഇവൻറ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഔട്ട്കംസ് വരാം? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോൾസ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഔട്ട്കമാണ്, വൈറ്റ് കിട്ടുന്നത് സെക്കൻഡ് ഔട്ട്കമാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, മാക്സിമം എത്ര ഔട്ട്കംസ് ഈ ഇവൻറ്റിൽ നമുക്ക് പോസിബിൾ ആണെന്ന് നോക്കാം. ഇവിടെ 6ഉം ഇവിടെ 4ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് നമുക്കറിയാം എത്രയാണ്? 6 + 4 ദാറ്റ് ഈസ് 10 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ത് വരും? 10 വരും. ഇനി ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? എന്തായാലും നമ്മുടെ കയ്യിലുള്ള ബോക്സിൽ എന്താ ഉള്ളത്? 6 ബ്ലാക്ക് ബോൾസേ ഉള്ളൂ. അപ്പോൾ 6 ഔട്ട്കംസേ ബ്ലാക്ക് ആവാൻ ഒരു ചാൻസ് ഉള്ളൂ. അപ്പോൾ പി ഓഫ് ബ്ലാക്ക്, അതായത് പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് എത്രയാണ്? 6/10. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ 4 വൈറ്റ് ബോൾസ് ആണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 4/10. ഇനി ഇത് 6/10 4/10 എന്ന് എഴുതിയിട്ടാൽ ഇത് ഓക്കെയാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഫ്രാക്ഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താൽ എത്രയായി? 6 10നെ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 3/5 ആൻഡ് 2/5. ഇനി നമ്മളുടെ ഒരു ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ 2 ഫ്രാക്ഷൻസിൻ്റെയും ന്യൂമറേറ്ററുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഡിനോമിനേറ്റർ വാല്യൂ കിട്ടണം. കാരണം 2 കാറ്റഗറി ബോൾസ് ഇതിലുള്ളൂ, ബ്ലാക്ക് ബോൾസും വൈറ്റ് ബോൾസും മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ. സോ 2 എണ്ണത്തിൻ്റെയും പ്രോബബിലിറ്റി എടുത്ത് സമ്മപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ബ്ലാക്കിൻ്റെ പ്രോബബിലിറ്റി 6/10, വൈറ്റിൻ്റെ പ്രോബബിലിറ്റി 4/10. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്ര കിട്ടണം? 6 + 4 അതായത് 10 കിട്ടണം. ഇങ്ങനെയാണ് പ്രോബബിലിറ്റിയുടെ പ്രോബ്ലംസ് നമ്മൾ ഡീൽ ചെയ്യുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇവൻറ്റിൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ ഫേവറബിൾ ഔട്ട്കംസ് നോക്കി അതിൽ നിന്ന് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ?
ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. എന്താ തന്നിരിക്കുന്നത്? വൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഒരു 2-digit നമ്പർ ഗസ് ചെയ്യാൻ ഒരാളോട് പറയാണ്. അപ്പോൾ അയാൾ പറയുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് നമ്മുടെ ഇവൻറ്റ്? ഈ കേസിൽ ഇവൻറ്റ് ഒരാൾ ഒരു 2-digit നമ്പർ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയായിരിക്കും? നമുക്കറിയാം 2-digit നമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ 2-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുന്ന 10 ആണ് നമ്മുടെ ഫസ്റ്റ് 2-digit നമ്പർ. ലാസ്റ്റ് 2-digit നമ്പർ എത്രയാണ്? 99. സോ 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അപ്പോൾ 10 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? നമുക്കറിയാം 99 മൈനസ് 9 ചെയ്ത് നോക്കാം. അതായത് 1 തൊട്ട് 9 വരെ സിംഗിൾ ഡിജിറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് 99ൽ നിന്ന് 9 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 90 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 90 ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഈക്വൽ ടു 90. ഇനി നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്താണ്? ആ കുട്ടി ഗസ് ചെയ്യാൻ പറഞ്ഞ ആൾ പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ 2-digit നമ്പേഴ്സിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 2-digit നമ്പറിലെ ഫസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്നത് എന്താണ്? 16 ആണ് ഫസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ. പിന്നെ അങ്ങനെ 16, 25, 36, 49, 64 ആൻഡ് 81. അതായത് 4 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളെല്ലാം 2-digit നമ്പറിൽ അവസാനിക്കുന്ന 2-digitൽ നിൽക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഇങ്ങനത്തെ? 1, 2, 3, 4, 5 ആൻഡ് 6. മൊത്തം 6 ഫേവറബിൾ ഔട്ട്കംസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്കുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് നമുക്ക് കിട്ടി 6. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസും നമ്മൾ കണ്ടുപിടിച്ചു 90. അപ്പോൾ ഇത് രണ്ടും കൂടി ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാൽ, അതായത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബബിലിറ്റി കിട്ടി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ ഈക്വൽ ടു 6/90. വേണമെങ്കിൽ നമുക്കിതിനെ കോമൺ ഫാക്ടർ വെച്ച് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിടാം. നമുക്കറിയാം 6ഉം 19ഉം വെച്ച് കോമൺ ഫാക്ടർ 3 വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ എത്ര വരും ആൻസർ? ഫൈനലി ആൻസർ 1/15 വരും. അപ്പോൾ 6/90 എന്ന ആൻസറിൽ എഴുതിയാലും തെറ്റില്ല. ഇനി വേണമെങ്കിൽ ഫർദർ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇതിനെ 1/15 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ പ്രോബ്ലം ആയിട്ട് മാത്രമല്ല വരാ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് അവർ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ നമ്മൾക്ക് ആൻസർ കിട്ടാൻ വേണ്ടി എത്ര പ്രോബബിലിറ്റി ഉണ്ട് എന്ന് അവർ ചോദിക്കും. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ടിംഗ് വിത്തിൻ ദ ഗ്രീൻ പാർട്ട്. ഒരു ഫിഗർ അവർ തന്നിട്ടുണ്ടാവും. ആ ഫിഗറിൽ ഗ്രീൻ കളറിൽ ഒരു പോർഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലൊരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ആ ഗ്രീൻ പാർട്ടിൽ വരാനുള്ള പ്രോബബിലിറ്റിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ജിയോമെട്രിക്കൽ ഫിഗർ വേണമെങ്കിലും അവർ ഇതിനായിട്ട് തരാം. ഒരു പർട്ടിക്കുലർ ഗ്രീൻ പാർട്ട് അതിലെന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്നിരിക്കുന്നത്? സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ. അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിനകത്ത് എക്സാക്ട്ലി ഫിറ്റ് ചെയ്യുന്നത് പോലെ ഒരു സർക്കിള് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഗ്രീൻ മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സർക്കിളിനകത്താണ്. അപ്പോൾ നമ്മളൊരു ഡോട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഈ സർക്കിളിൻ്റെ അകത്ത് വരാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ഏരിയയുടെ ഫോർമുല വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുക. നമുക്കറിയാം ഇവിടെ ഒരു സ്ക്വയർ പോർഷൻ ഉണ്ട്, അതിൻ്റെ ഉള്ളൊരു സർക്കിൾ പോർഷൻ ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സർക്കിൾ ഉള്ളത്. അപ്പം നമ്മൾ നോക്കിയേ, സർക്കിളിൻ്റെ ഡയാമീറ്റർ മാർക്ക് ചെയ്യണത് എങ്ങനെ വരും? ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സർക്കിളിൻ്റെ ഡയാമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ സർക്കിളിൻ്റെ ഡയാമീറ്ററും സ്ക്വയറിൻ്റെ സൈഡും സെയിം വാല്യൂ ആയിരിക്കും. നമുക്കറിയാം റേഡിയസിന് നമ്മൾ 6 എന്നാണ് എടുക്കാറ്. സർക്കിളിൻ്റെ റേഡിയസിന് 6 എന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഡയാമീറ്റർ വരുമ്പോൾ എത്രയായിരിക്കും? ഡയാമീറ്റർ ഈക്വൽ ടു 2 ടൈംസ് ദ റേഡിയസ്. അപ്പോൾ ഡയാമീറ്റർ ഈക്വൽ ടു എത്ര വരും? 2r വരും അല്ലേ? റേഡിയസ് 6 ആണെങ്കിൽ ഡയാമീറ്റർ 2 ടൈംസ് r. അപ്പോൾ ഈ ഡയാമീറ്റർ തന്നെയാണ് ഈ സ്ക്വയറിൻ്റെ സൈഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സൈഡ് ഓഫ് സ്ക്വയറും നമുക്ക് എന്ത് തന്നെ കിട്ടി? 2r തന്നെ കിട്ടി. ഇനി നമ്മൾ ഈ രണ്ട് കാര്യങ്ങളുടെ ഏരിയ കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് സർക്കിളിൻ്റെ ഏരിയ. സർക്കിളിൻ്റെ ഏരിയയുടെ ഫോർമുല എന്താ? സർക്കിളിൻ്റെ ഏരിയ πr². അതായത് ഈ ഗ്രീൻ പാർട്ട് വന്നിരിക്കുന്ന ഏരിയ πr² ആണ്. അതുപോലെ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ് സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ ഒരു സൈഡ് 2r ആണ് എന്നവർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 2r² വരും. 2r² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4r².
അപ്പോൾ രണ്ട് ഏരിയാസും നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ ഏരിയ എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ ഏരിയയും കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഡിസൈഡ് ഗ്രീൻ പാർട്ട് വന്നിരിക്കുന്ന സർക്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ πr സ്ക്വയർ, സ്ക്വയറിൻ്റെ ഏരിയ 4r സ്ക്വയർ. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ ബൈ ഏരിയ ഓഫ് സ്ക്വയർ. ഏരിയ ഓഫ് സർക്കിൾ πr സ്ക്വയർ, ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു 2r ഹോൾ സ്ക്വയർ. അപ്പോൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ πr സ്ക്വയർ ബൈ 4r സ്ക്വയർ. ആർ സ്ക്വയർ കോമൺ ആയതുകൊണ്ട് ആർ സ്ക്വയർ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. ബാക്കി എന്താണുള്ളത്? ആൻസർ പ്രോബബിലിറ്റി ഈക്വൽ ടു π/4. അപ്പോൾ ഒരു ഡോട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ അത് ഈ ഗ്രീൻ പാർട്ടിൽ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് π/4 ആണ്. പൈ നമുക്കറിയാലോ, പൈ കോൺസ്റ്റൻ്റ് ആണ് 3.14. അപ്പോൾ അതാണ് സർക്കിളിൻ്റെ ഉള്ളിൽ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി. ക്ലിയർ അല്ലേ ഈ പ്രോബ്ലം? ഇനി അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ജിയോമെട്രിക്കൽ പ്രോബ്ലം തന്നെയാണ് തന്നിരിക്കുന്നത്. എന്താണ്? എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ 2 ഓവർലാപ്പിംഗ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. രണ്ട് ഈക്വലേറ്റർ ട്രയാങ്കിൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെയാണ് ഈക്വലേറ്റർ ട്രയാങ്കിൾ? ഇത് ഫസ്റ്റ് ഈക്വലേറ്റർ ട്രയാങ്കിൾ, ഇത് സെക്കൻഡ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇത് രണ്ടും കൂടി ഈ ഓവർലാപ്പ് ചെയ്തപ്പോൾ നടുക്ക് ഒരു ജിയോമെട്രിക്കൽ ഫിഗർ ഫോമായി. ഇതെന്താണ് ഈ ഷേപ്പ്? ഈ ഷേപ്പ് നമുക്കറിയാം 6 സൈഡുകളുണ്ട്. സോ ഇതെന്താണ്? ഹെക്സഗൺ ആണ്. അപ്പോൾ ഈ ഹെക്സഗൺ പാർട്ടിനെയാണ് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പ്രോബബിലിറ്റി ഈ ഹെക്സഗൺ പാർട്ടിൻ്റെ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഏരിയ വെച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ട് ഈക്വലേറ്റർ ട്രയാങ്കിൾ, അതുപോലെ ഒരു ഹെക്സഗൺ, ഇതിൻ്റെ എല്ലാം ഫോർമുല വെച്ച് ഡീൽ ചെയ്യാൻ നമുക്ക് ടൈം ഒരുപാട് എടുക്കും. തന്നെയല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പം ഇതിന് വേറൊരു ഈസി മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഫർദർ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് തിരിക്കാം. ഇപ്പം നോക്കി, നടുക്കൊരു ഹെക്സഗൺ ഉണ്ട്. ഈ ഹെക്സഗൺ നമ്മൾ 6 ഈക്വൽ ട്രയാങ്കിളുകളായിട്ട് തിരിച്ചു. അപ്പോൾ എത്ര എണ്ണം കിട്ടി? 1 2 3 4 5 6. അപ്പോൾ ഹെക്സഗണകത്ത് 6 ഈക്വലേറ്റർ ട്രയാങ്കിൾ വന്നു. ഇനി ഇതിൻ്റെ പുറത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഓൾറെഡി ഇവിടെ 6 എത്തി. 7 8 9 10 11 12. അപ്പോൾ ടോട്ടൽ ഈ ഫിഗറിൽ 12 ഈക്വലേറ്ററൽ ട്രയാങ്കിളുകളുണ്ട്. എന്നാൽ അവർ മാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രീൻ പാർട്ട് വരുന്നത് 6 ഈക്വലേറ്റർ ട്രയാങ്കിളിലാണ്. അപ്പോൾ ഗ്രീൻ പാർട്ടിൽ ആവാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗ്രീൻ പാർട്ട് എന്തായിരിക്കും? നമ്പർ ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ഇൻസൈഡ് ഹെക്സഗൺ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഇൻസൈഡ് ഹെക്സഗൺ നമുക്ക് 6 ട്രയാങ്കിൾസ് കിട്ടി. ടോട്ടൽ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ എണ്ണം 12 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഈക്വൽ ടു 6/12. 6/12നെ വേണമെങ്കിൽ 6 വെച്ച് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്താൽ എത്ര കിട്ടി? 1/2. അപ്പോൾ 1/2 ഹാഫ് പ്രോബബിലിറ്റി ഉണ്ട് നമ്മളിടുന്ന ഡോട്ട് ഈ ഹെക്സഗണിൻ്റെ ഉള്ളിൽ തന്നെ വരാം. ക്ലിയർ അല്ലേ പ്രോബ്ലം? ഇനി അടുത്ത ടോപ്പിക്ക്, ഇതിൽ തന്നെ അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് പെയേഴ്സ് എന്നുള്ള പ്രോബ്ലമാണ്. അപ്പോൾ പെയേഴ്സിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. ഇത്ര നേരം നമ്മൾ പഠിച്ചതൊക്കെ സിംഗിൾ ഇവൻറ്റ്സ് ആയിരുന്നു, ഒറ്റയ്ക്ക് നടക്കുന്ന ഇവൻറ്റ്സ്. പെയേഴ്സ് ആകുമ്പോൾ അങ്ങനെയല്ല, ഒന്നിൽ കൂടുതൽ ഇവൻറ്റ്സ് ഒരുമിച്ച് നടക്കുകയാണ്, അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി നടക്കുന്ന കേസുകളാണ് പെയേഴ്സിൽ വരാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 2 കോയിൻ ടോസ് ചെയ്യാമെന്ന് വയ്ക്കുക. ഇപ്പോൾ ഫസ്റ്റ് കോയിന് നമുക്കറിയാം 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോയിനും ഹെഡും ടെയിലും ഉണ്ട്, സെക്കൻഡ് കോയിനും ഹെഡും ടെയിലും ഉണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് എത്ര ഔട്ട്കംസ് വരും? ആദ്യത്തെ ടോസ് ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ടോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്തായാലും നമുക്ക് പെയേഴ്സിൽ കിട്ടാം. അപ്പോൾ ഫസ്റ്റ് ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടി, സെക്കൻഡും ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടിയെങ്കിൽ നമ്മുടെ ഔട്ട്കം എന്താണ്? ഔട്ട്കം HH എന്നുള്ള പെയറാണ്. ഇനി ഫസ്റ്റ് ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടി, രണ്ടാമത് ടോസ് ചെയ്തപ്പോൾ ടെയിൽ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോഴും എന്താണ്? ഒരു പെയറാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്, HT. ഇനി തേർഡ് കേസിൽ ഫസ്റ്റ് ടോസ് ചെയ്തപ്പോൾ ടി കിട്ടി, ടെയിൽ കിട്ടി, സെക്കൻഡ് ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടി, അപ്പോൾ എത്രയായി? TH. ഇനി ഫൈനൽ കേസ് 2 പ്രാവശ്യം ടോസ് ചെയ്തപ്പോൾ ടെയിൽ തന്നെയാണ് വന്നത്, അപ്പോൾ TT. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ, ഒന്നിൽ കൂടുതൽ ഇവൻറ്റുകൾ നടക്കുമ്പോൾ എന്തായാലും നമ്മുടെ റിസൾട്ട്സ് പെയേഴ്സ് ആയിട്ടാണ് വരാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ പെയറുണ്ട്? HH, HT, TH, TT. അപ്പോൾ മൊത്തം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് കിട്ടിയത്. അപ്പോൾ നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് ഈ 4 കിട്ടിയത്? ഫസ്റ്റ് ഇവൻറ്റിൻ്റെ, അതായത് ഫസ്റ്റ് കോയിൻ ടോസ് ചെയ്തപ്പോൾ കിട്ടിയ ഔട്ട്കംസും സെക്കൻഡ് കോയിൻ ടോസ് ചെയ്തപ്പോൾ കിട്ടിയ ഔട്ട്കംസും രണ്ടിൻ്റെയും നമ്പർ ഓഫ് വേസുകൾ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത്.
അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ പെയറുകൾ വരുന്ന കേസുകളിൽ ഒന്നിൽ കൂടുതൽ ഇവൻറ്റ്സ് എന്തായാലും നടക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ ഇവൻറ്റ്സിൻ്റെയും ടോട്ടൽ നമ്പർ ഓഫ് വേസിനെ നമ്മൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കണം. അതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയർസ്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇഫ് വൺ പ്രോസസ് ഈസ് കംപ്ലീറ്റഡ് ഇൻ എം വേസ്, ഫസ്റ്റ് ഇവൻറ്റിന് എം വേസ് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അതുപോലെ അനദർ ഇൻ എൻ വേസ്, സെക്കൻഡ് ഇവന്റ് നടക്കുന്നത് എൻ വേസിലാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എത്രയായിരിക്കും? എം ഇൻറ്റു എൻ ആയിരിക്കും. ഇതിനെയാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. എത്ര വേസ് വെച്ച് നടക്കുന്നോ ആ വേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് കിട്ടും. ഇതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പെയേഴ്സിൻ്റെ കേസിൽ വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. A box contains 4 slips numbered 1, 2, 3, 4 and another box contains 2 slips numbered 1, 2. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? 2 ബോക്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ബോക്സുകളിലും നമ്മൾ കുറച്ച് സ്ലിപ്സ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ എത്രയുണ്ട്? 4 സ്ലിപ്സ് ഇട്ടിട്ടുണ്ട്. ഓരോ സ്ലിപ്പിനും ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാ? 1, 2, 3 and 4. 4 ഡിഫറെൻറ്റ് നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇനി സെക്കൻഡ് ബോക്സ് എടുത്തതിൽ നമ്മൾ 2 സ്ലിപ്പുകളെ ഇട്ടിട്ടുള്ളൂ. ഏതൊക്കെയാണ്? 1, 2 അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് കണ്ടുപിടിക്കാം. 2 ഇവൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് ബോക്സ്, സെക്കൻഡ് ബോക്സ്. അവർ പറഞ്ഞിരിക്കുന്ന ഇവൻ്റ് എന്താണ്? ഇഫ് വൺ സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സം ഓഫ് നമ്പേഴ്സ് ബീയിങ് ഈവൻ? ഓരോ സ്ലിപ്പിൽ നിന്നും ഓരോ ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതം നമ്മൾ എടുത്തു. അപ്പോൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് 2 സ്ലിപ്സ് എന്തായാലും ഒരാളുടെ കയ്യിലുണ്ടാവും. ആ 2 സ്ലിപ്സിലെ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ ആദ്യം എന്ത് അറിഞ്ഞിരിക്കണം? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ നമ്പർ ഓഫ് വേസ് എത്രയാണ്? 4 ആണ്. രണ്ടാമത്തെ ബോക്സിൻ്റെ നമ്പർ ഓഫ് വേസ് 2 ആണ്. അപ്പോൾ എന്തായാലും ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്തായിരിക്കും? ടോട്ടൽ ഈക്വൽ ടു എന്തായിരിക്കും? 4 × 2. അതായത് എത്രയായിരിക്കും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എപ്പോഴും 8 ആയിരിക്കും. എവിടെ നിന്ന് കിട്ടിയത്? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ നിന്നാണ് കിട്ടിയത്. ഫസ്റ്റത്തേൽ 4 നമ്പർ ഓഫ് വേസ്, സെക്കൻഡ് 2 നമ്പർ ഓഫ് വേസ്. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ഔട്ട്കം ആയിട്ട് വരുന്നത് 4 × 2, അതായത് 8. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? അവർ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന പെയേഴ്സ് കോമ്പിനേഷൻ എത്ര എണ്ണം നമുക്ക് വരും എന്ന് നോക്കണം. ഫേവറബിൾ ഔട്ട്കംസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. നോക്കിയേ, അവർ ചോദിച്ചിരിക്കുന്നത് സം ആഡ് ചെയ്യുമ്പോൾ, അതായത് തന്നിരിക്കുന്ന 2 സ്ലിപ്പിലെയും നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ സം ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. അപ്പം നമുക്കറിയാം എപ്പോഴൊക്കെയാണ് ഒരു ഈവൻ നമ്പർ നമുക്ക് സമ്മായിട്ട് കിട്ടുന്നത്. ഒന്നെങ്കിൽ 2 ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്യണം, അപ്പോൾ നമ്മുടെ ആൻസർ ഈവൺ ആയിരിക്കും. അല്ലെങ്കിൽ 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യണം, അപ്പോഴും നമ്മുടെ ആൻസർ ഈവൺ ആയിരിക്കും. ഒരു ഈവൺ നമ്പറും ഒരു ഓഡ് നമ്പറും ആഡ് ചെയ്താൽ എപ്പോഴും ആൻസർ ഓഡ് നമ്പർ ആയിരിക്കും. അപ്പം നമ്മുടെ കണ്ടീഷന് യോജിച്ചത് 2 കേസുകളാണ്. ഒന്നെങ്കിൽ 2 സ്ലിപ്പിലെ നമ്പർ ഒരു ഈവൺ നമ്പർ ആവാം, അല്ലെങ്കിൽ 2 സ്ലിപ്പിലെ നമ്പർ ഓഡ് നമ്പർ ആവാം. അപ്പം അങ്ങനത്തെ കേസസ് എത്ര ഉണ്ട്? ഫസ്റ്റ് കേസ് 1,1, 2 സ്ലിപ്പിൽ നിന്നും 1 വന്നിരിക്കുന്നു. സെക്കൻഡ് കേസ് 2,2, 2 സ്ലിപ്പിൽ നിന്നും ഈവൺ വന്നിരിക്കുന്നു. ഇത് 2 ഓഡായ കേസ്, ഇത് 2 ഈവൺ ആയ കേസ്. ഇനി അടുത്തത് വന്നപ്പോൾ 3 and 1. 3 and 1 എന്ന് പറയുമ്പോൾ 2 ഓഡ് നമ്പേഴ്സ് ആണ്. ബട്ട് സം എടുക്കുമ്പോൾ എന്തായി? 3 + 1 4, അതൊരു ഈവൺ നമ്പറാണ്. അടുത്തത് 4 and 2, ഇത് 2 ഈവൺ നമ്പേഴ്സ് ആണ്. പക്ഷെ നമ്മൾ സം എടുത്ത് കഴിയുമ്പോൾ 4 + 2 നമുക്ക് എത്ര കിട്ടുന്നത്? 6 ഈവൺ നമ്പർ. അപ്പോൾ ഇവർ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന 4 ഫേവറബിൾ ഔട്ട്കംസേ നമുക്കിതിലുള്ളൂ. ഏതൊക്കെയാണ്? 1,1, 2,2, 3,1 and 4,2. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എത്രയാണ്? 1, 2, 3, 4. 4 ഔട്ട്കംസ് ആണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഈക്വൽ ടു എന്ത് വരും? 4 / 8. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 / 8 ആൻസർ എന്ത് കിട്ടും? 1/2 കിട്ടും. അപ്പോൾ സമ്മ് ഈവൺ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ കേസിൽ 4/8 അല്ലെങ്കിൽ 1/2 ആണ്. ക്ലിയർ അല്ലേ പ്രോബ്ലം? ഓക്കെ, അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ പ്രോബബിലിറ്റിയുടെ പെയേഴ്സിൻ്റെ കേസിൽ ചെയ്യാൻ പോവാണ്. എന്താണെന്നിരിക്കുന്നത്? ഫ്രം ഓൾ 2-digit numbers വിത്ത് ഐദർ ഡിജിറ്റ് 1, 2 or 3, 1 number is chosen. അപ്പോൾ അവർ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 ഡിജിറ്റും, ഒരു 2-digit നമ്പർ ആയിരിക്കണം. അതിൻ്റെ 2 ഡിജിറ്റും ഒന്നെങ്കിൽ 1, 2 or 3 ആയിരിക്കണം. അപ്പോൾ 1ഉം 2ഉം 3ഉം കൊണ്ട് എഴുതാൻ പറ്റുന്ന 2-digit നമ്പേഴ്സ് ഏതൊക്കെയാണ്? അങ്ങനത്തെ നമ്പേഴ്സ് 11, 22,
33. ഇനി 1 സ്റ്റാർട്ട് ചെയ്യുന്നത് 12, 13, അതുപോലെ 21, 23, 32, 31. മൊത്തം എത്ര കോമ്പിനേഷൻ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. മൊത്തം നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇനി എന്ത് പ്രോബബിലിറ്റിയാണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീയിങ് സെയിം? 2 ഡിജിറ്റ്സും സെയിം ആവണം. അപ്പോൾ ഏതൊക്കെ വരാം? 11 വരും, 22 വരും, 33 വരും. ഈ 3 മാത്രമേ 2 ഡിജിറ്റും സെയിം ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ എത്ര സെറ്റ് ഉണ്ട്? 1, 2, 3 3 നമ്പേഴ്സാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 3/9 ആയിരിക്കും ഇതിൻ്റെ പ്രോബബിലിറ്റി. ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സം ഓഫ് ഡിജിറ്റ്സ് ബീയിങ് 4? ആഡ് ചെയ്യുമ്പോൾ 2 നമ്പേഴ്സും 1s പ്ലേസിലുള്ള ഡിജിറ്റും 10s പ്ലേസിലുള്ള ഡിജിറ്റും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? നമുക്ക് 4 കിട്ടണം. അപ്പോൾ ഏതൊക്കെ വരാം? നമുക്കറിയാം 3, 1 വരും. 3 + 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടുക. അതുപോലെ 1, 3 വരും. 1ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ ആൻസർ 4 ആയിരിക്കും. അതുപോലെ 2 and 2, 2 + 2 ആഡ് ചെയ്യുമ്പോൾ 4 ആയിരിക്കും. അപ്പോൾ സം 4 വരുന്ന 3 കേസസേ ഇതിൽ ഉള്ളൂ. ഏതൊക്കെയാണ്? 30, 22, 31. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സം ഓഫ് ഡിജിറ്റ്സ് ബീയിങ് 4 എന്തായിരിക്കും? 3/9. ഇനി ഈ 3/9 എന്നുള്ള ആൻസർ നമുക്കറിയാം 3 കോമൺ ഫാക്ടർ ആണ്. വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് 1/3 എന്ന് എഴുതാം. ഓപ്ഷണലാണ്. 3/9 എന്ന് എഴുതിയാലും മിസ്റ്റേക്ക് ഇല്ല. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ഫോമിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് 1/3 എന്ന് എഴുതാം. അപ്പം ഇങ്ങനെയാണ് പെയേഴ്സിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ ഈ പ്രോബ്ലം? ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മോർ പെയേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് ഒരുപാട് പെയേഴ്സ് തരാണ്. അപ്പോൾ നമുക്ക് എല്ലാ പെയേഴ്സും എഴുതി ടൈം പോവും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചും അതുപോലെ നമുക്ക് അറിയാവുന്ന ഫോർമുലാസ് വെച്ചും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസും ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസും. അപ്പോൾ നോക്കി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. In class 10A, there are 30 boys and 20 girls. 10th A ക്ലാസ്സിൽ 30 ബോയ്സും 20 ഗേൾസും ആണ് ഉള്ളത്. In 10B, there are 15 boys and 25 girls. 10th Bയിലേക്ക് പോയപ്പോൾ എത്ര ബോയ്സ് ഉണ്ട്? 15 ബോയ്സും 25 ഗേൾസും ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, 10Aയിൽ എത്ര ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണ്? 30 + 20, 50 ആണ് ഇവിടുത്തെ ടോട്ടൽ സ്ട്രെങ്ത്. ഇനി 10th B വന്നപ്പോൾ എത്രയാണ്? 15 and 25. എത്ര വരും? ഇവിടുത്തെ വന്നത് 40 ആണ്. അപ്പോൾ 2 ക്ലാസ്സിലും സ്ട്രെങ്ത് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ആണുള്ളത്, സെക്കൻഡ് ക്ലാസ്സിൽ 40 സ്റ്റുഡൻസ് ആണുള്ളത്. ഇനി 1 സ്റ്റുഡൻസ് ഈസ് ടു ബി സെലക്റ്റഡ് ഫ്രം ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടീനെ വെച്ച് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും 2 പേരുടെ പെയേഴ്സ് ആയിരിക്കും നമ്മുടെ ഔട്ട്കംസ്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? സെലക്ട് ചെയ്ത 2 കുട്ടികളും ഗേൾസ് ആവാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? സെലക്ട് ചെയ്ത 2 കുട്ടികളും ബോയ്സ് ആവാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ? ഒരു കുട്ടി ബോയും ഒരു കുട്ടി ഗേളും ആവാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഫോർത്ത് കേസ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്? അതായത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 2 ആൾക്കാരിൽ ഒരാളെങ്കിലും ബോയ് ആയിട്ട് വരണം. അതായത് 1 ബോയ് ആൻഡ് 1 ഗേൾ കേസും ഇവിടെ അപ്ലിക്കബിൾ ആണ്, ബോത്ത് ബോയ്സ് കേസും ഇവിടെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ 2 കേസിലെ പ്രോബബിലിറ്റികൾ ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് വണ്ണിൻ്റെ പ്രോബബിലിറ്റി ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിലെ സ്ട്രെങ്ത് 50 ആണ്, സെക്കൻഡ് ക്ലാസ്സിലെ സ്ട്രെങ്ത് 40 ആണ്. അപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ച് എന്ത് എഴുതാം? ടോട്ടൽ പെയേഴ്സ് ഈക്വൽ ടു 50 × 40. 50 × 40 എത്ര ആൻസർ വരാം? 2000 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ബോത്ത് ഗേൾസ്. 2 ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്ന കുട്ടി ഗേൾ ആവണം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ക്ലാസ്സിൽ 20 ഗേൾസ് ആണുള്ളത്, അതുപോലെ സെക്കൻഡ് ക്ലാസ്സിൽ 25 ഗേൾസ് ആണുള്ളത്. അപ്പോൾ ഇവർ 2 പേരെയും വെച്ച് സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളവർ ഗേൾസ് മാത്രമേ ആവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ച് ഇത് രണ്ടും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ബോത്ത് ഗേൾസ് വരാനുള്ള ഔട്ട്കംസ് എത്രയാണ്? 20 × 25, അതായത് 500. സോ അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ കിട്ടിയ ആൻസറിനെ ടോട്ടൽ ഔട്ട്കം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 500 / 2000. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ബോത്ത് ബോയ്സ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ക്ലാസ്സിലെ ബോയ്സിന് നമ്പർ 30ഉം സെക്കൻഡ് ക്ലാസ്സിലെ ബോയ്സിന് നമ്പർ 15ഉമാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് നോക്കുമ്പോൾ എത്ര കിട്ടും? 30 × 15, അതായത്
450 കോമ്പിനേഷൻ നമുക്ക് ബോത്ത് ബോയ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? പി ഓഫ് ബോത്ത് ബോയ്സ് ഈക്വൽ ടു ഇവിടെ കിട്ടിയ ആൻസറിനെ ടോട്ടൽ ഔട്ട്കംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 450 ഡിവൈഡഡ് ബൈ 2000. ഇനി അടുത്തത് നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ. ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഒന്നെങ്കിൽ രണ്ടുപേരും ബോയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ഗേൾസ് ആയിരിക്കും. ഇതല്ലെങ്കിൽ പിന്നത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് 1 ബോയും 1 ഗേൾ ആയിരിക്കും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കുന്നതിൽ എളുപ്പം ടോട്ടലിൽ നിന്ന് ഈ രണ്ട് പോസിബിലിറ്റീസ് മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് പോസിബിലിറ്റീസ് ആഡ് ചെയ്യുക, അത് ടോട്ടൽ ഔട്ട്കംസിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 2000 മൈനസ് 500 പ്ലസ് 450. അപ്പോൾ നമുക്ക് എത്ര ആൻസർ ആയിട്ട് വന്നത്? 1050 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോർമുല യൂസ് ചെയ്ത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ ഈക്വൽ ടു 1050 ഡിവൈഡഡ് ബൈ 2000. അപ്പോൾ 3 കേസിലെ ആൻസറുകൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി 4th കേസ് എന്താണ്? നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്. ഏതെങ്കിലും ഒരാളെങ്കിലും ബോയ് ആയിരിക്കണം. അപ്പോൾ 2 കേസുകൾ അവിടെ വരും. ബോത്ത് ബോയ്സ് വരാം, അല്ലെങ്കിൽ 1 ബോയ് 1 ഗേൾ വരാം. അപ്പോൾ ഈ 2 കേസും നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച കേസുകളാണ്. അപ്പോൾ ഈ 2 കേസ് നമ്മൾ ആഡ് ചെയ്യാം. ബോത്ത് ബോയ്സ് വന്നത് എത്ര പേരായിരുന്നു? ബോത്ത് ബോയ്സ് വന്ന കേസും ബോത്ത് ഗേൾസ് വന്ന ക്ലാസ്സും നമുക്ക് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടലിൽ നിന്ന് ബോത്ത് ഗേൾസിനെ മൈനസ് ചെയ്യാം. ഇതാണ് ഓപ്ഷൻ. ഒന്നെങ്കിൽ ഈ 2 പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടലിൽ നിന്ന് 2 ഗേൾസ് വരുന്ന പ്രോബബിലിറ്റി മൈനസ് ചെയ്യാം. അപ്പോൾ 2 ഗേൾസ് വരുന്ന പ്രോബബിലിറ്റി ഇവിടെ 500 ആണ്, ടോട്ടൽ 2000 ആണ്. അപ്പോൾ 2000 മൈനസ് 500 ചെയ്യുമ്പോൾ എന്താണ് ആൻസർ? 1500 കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രോബബിലിറ്റിയുടെ ഫോർമുലയിൽ യൂസ് ചെയ്യാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ് ഈക്വൽ ടു 1500 ഡിവൈഡഡ് ബൈ 2000. അപ്പം ഇങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഇത് ഇത്തിരി വലിയ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പെയേഴ്സ് എഴുതി നോക്കിയും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കൗണ്ടിങ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് ഇത്തരം പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. 2 dice with face numbered from 1 to 6 are rolled together. 2 ഡൈസ് റോൾ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഡൈസിന് മൊത്തം 6 ഫേസുകളുണ്ട്. അപ്പോൾ 6 ഫേസ് 1 to 6 നമ്പേർഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റിലും 1 to 6 ഉണ്ടാവും, സെക്കൻഡ് വണ്ണിലും 1 to 6 ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഡൈസിൻ്റെ നമ്പർ ഓഫ് വേസ് എത്രയാണ്? 6 വേസ് ആണ്. സെക്കൻഡ് ഡൈസിൻ്റെ നമ്പർ ഓഫ് വേസ് 6 വേസ് ആണ്. ഇനി വാട്ട് ആർ ദ പോസിബിൾ സംസ്? എന്തൊക്കെ സമ്മ് ഇതിൽ നിന്ന് ഫോം ചെയ്യാം? അതുപോലെ വിച്ച് ഓഫ് ദീസ് സംസ് ഹാവ് മാക്സിമം പ്രോബബിലിറ്റി? ഈ സംസിൽ മാക്സിമം പ്രോബബിലിറ്റിയിൽ എത്തി നിൽക്കുന്ന സമ്മ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് എന്തായാലും പെയറുകൾ എഴുതി നോക്കേണ്ടി വരും. കാരണം അവർ എല്ലാ പെയറുകളും എല്ലാ പോസിബിൾ സംസും ചോദിച്ചിട്ടുണ്ട്. ഇനി ഉള്ളതിൽ വെച്ച് മാക്സിമത്തിൽ എത്തി നിൽക്കുന്ന പോസിബിലിറ്റി ഏതാണെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ പെയറുകളും അതിൻ്റെ പോസിബിൾ സംസും ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടോട്ടൽ പെയേഴ്സ് കണ്ടുപിടിക്കാം. ടോട്ടൽ പെയേഴ്സ് എത്രയായിരിക്കും? 2നും 6 വേസ് തന്നെയാണ് ഉള്ളത്. ഐഡൻറ്റിക്കൽ ഡൈസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2ലും 6 ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ പെയേഴ്സ് എത്രയായിരിക്കും? 6 × 6 ആയിരിക്കും. 6 × 6 മീൻസ് 36. 36 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ടാബുലേറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഈസി. അപ്പോൾ നമ്മളൊരു ടേബിൾ വരച്ചേക്കാണ്. എന്തെഴുതിയിരിക്കുന്നത്? പോസിബിൾ സംസ് എല്ലാനും ഇവിടെ റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ചെറിയ സം എന്തായിരിക്കും? 2 ഡൈസിലും 1 വരുന്നതായിരിക്കും ഏറ്റവും ചെറിയ സം. അപ്പോൾ 1 + 1 ഏറ്റവും ചെറുത് എന്താണ്? 2 ആണ് ഏറ്റവും ചെറിയ സം. ഇനി 2 ഡൈസിലും അതിൻ്റെ മാക്സിമം അതായത് 6 വരുന്നതാണ് മാക്സിമം സം. അപ്പോൾ മാക്സിമം സം എന്താണ്? 6 + 6 അതായത് 12. അപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ 2 ആയിരിക്കും, മാക്സിമം വാല്യൂ 12 ആയിരിക്കും. ഇനി 2 മുതൽ 12 വരെ എല്ലാ സംസും നമുക്കിവിടെ പോസിബിൾ ആണ്. അപ്പോൾ ടേബിളിൽ നമ്മൾ എന്ത് ചെയ്തു? 2 മുതൽ 12 വരെ എല്ലാ പോസിബിൾ സംസും നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇനി ഓരോ സമ്മും വരുന്ന പെയേഴ്സ് ആണ് ഇനി എടുത്തെഴുതാൻ പോകുന്നത്. അപ്പോൾ 2 വരണമെങ്കിൽ ഒരു പോസിബിലിറ്റി ഉള്ളൂ. എന്താണ്? 2 ഡൈസിലും 1 വരണം. ഇനി 3 വരണമെങ്കിലോ? 3 വരണമെങ്കിൽ നമ്മൾക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. 1 ആവാം,
2 ആവാം. ഫസ്റ്റത്തേൽ 1ഉം സെക്കൻഡിൽ 2ഉം ആകാം. അതുപോലെ ഫസ്റ്റത്തേൽ 2ഉം സെക്കൻഡത്തേൽ 1ഉം ആവാം. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് പെയേഴ്സ് 1 ആണ്. അതുകൊണ്ട് ഫസ്റ്റ് കേസിൻ്റെ പ്രോബബിലിറ്റി 1 ടോട്ടൽ ഔട്ട്കംസ്, അതായത് 36. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്താ കിട്ടിയത്? 1/36. ഇനി രണ്ടാമത്തെ കേസ് സമ്മ് 3 എഴുതിയപ്പോൾ നമുക്ക് 2 പെയറുകളാണ് എഴുതാൻ പറ്റിയത്. ഏതൊക്കെയാണ് പെയേഴ്സ്? 1,2ഉം 2,1ഉം. അപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് 2 ആയതുകൊണ്ട് സെക്കൻഡ് കേസിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 2/36. ഇനി അടുത്ത കേസ് എന്താ? സമ്മ് 4 വന്നു. സമ്മ് 4 വരണമെങ്കിൽ എന്തൊക്കെ ആവാം? എടുക്കുന്ന ഡൈസുകളിൽ ഏതൊക്കെ നമ്പറുകൾ വരാം? 2 and 2, 2 ഡൈസിലും 2 വരാം. പിന്നെ 1 and 3, അതായത് ഫസ്റ്റ് ഡേയ്സിൽ 1ഉം സെക്കൻഡിൽ 3ഉം വരാം. അല്ലെങ്കിൽ സെക്കൻഡിൽ 3ഉം ഫസ്റ്റിൽ 3ഉം സെക്കൻഡിൽ 1ഉം വരാം. അപ്പോൾ മൊത്തം എത്ര പെയേഴ്സ് ഉണ്ട്? ഇവിടെ നമുക്ക് 3 പെയേഴ്സാണ് ആൻസർ ആയിട്ട് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 3/36. ഇനി അതുപോലെ അടുത്ത സം എന്താണ്? 5 ആണ് അടുത്ത സം. 5 വരണമെങ്കിൽ എന്തൊക്കെയാവാം? 1ഉം 4ഉം കോമ്പിനേഷൻ വരാം. 1ഉം 4ഉം വെച്ച് 2 കോമ്പിനേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ 2ഉം 3ഉം കോമ്പിനേഷൻ വരാം. 2ഉം 3ഉം വെച്ചും 2 കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ പെയേഴ്സ് ഇവിടെ 4 ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി 4/36. ഇനി അടുത്തത് സം 6 വരണമെങ്കിൽ എത്ര പെയറുകൾ വരാം? 1ഉം 5ഉം 5ഉം 1ഉം, അതായത് ഓരോ ഡേയ്സിലും 1ഉം അടുത്ത ഡേയ്സിൽ 5ഉം വരുന്ന 2 കോമ്പിനേഷൻ. പിന്നെ ഒരു ഡേയ്സിൽ 2ഉം സെക്കൻഡ് ഡേയ്സിൽ 4ഉം വരുന്ന 2 കോമ്പിനേഷൻ. പിന്നെ 2 ഡൈസുകളിലും 3 വരുന്ന ഒരു കോമ്പിനേഷൻ. അപ്പോൾ ടോട്ടലി എത്ര പെയർ ഉണ്ട്? മൊത്തം ഇതിൽ 1, 2, 3, 4, 5 5 പെയേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 5/36 ആയിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി. ഇനി അടുത്തേക്ക് വരുമ്പോൾ സം 7 വരുമ്പോൾ എന്തൊക്കെ കോമ്പിനേഷൻ വരാം? 1ഉം 6ഉം വന്നിട്ട് 2 പെയേഴ്സ് കിട്ടും. 2ഉം 5ൻ്റെയും കോമ്പിനേഷൻ വരുന്ന 2 പെയേഴ്സ് കിട്ടും. അതുപോലെ 3ഉം 4ഉം കോമ്പിനേഷൻ വരുന്ന 2 പെയേഴ്സ് കിട്ടും. അപ്പോൾ ടോട്ടലി നമുക്ക് ഇവിടെ 6 പെയേഴ്സ് കിട്ടി. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 6/36. ഇനി അടുത്തത് 8, സമ്മ് 8 വരുന്ന കേസ്. സമ്മ് 8 വരുമ്പോൾ എന്താണ്? ഇവിടെ 4 പെയേഴ്സ് കിട്ടി. 2ഉം 6ഉം വരുന്ന 2 കോമ്പിനേഷൻ, അതുപോലെ 3ഉം 5ഉം വരുന്ന 2 കോമ്പിനേഷൻ. അപ്പോൾ ടോട്ടലി നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര പെയേഴ്സ് ഉണ്ട്? 5 പെയേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേസ് ഇവിടെ എഴുതാം. പ്രോബബിലിറ്റി ഈക്വൽ ടു 5/36. 2ൻ്റെയും 6ൻ്റെയും 2 പെയർ, അതുപോലെ 3യുടെയും 5ൻ്റെയും 2 പെയർ, 2 ഡൈസിലും 4 വരുന്ന ഒരു പെയർ. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 പെയേഴ്സ് കിട്ടി. സോ അതിൻ്റെ പ്രോബബിലിറ്റി 5/36. അടുത്തത് സം 9 വരുന്ന കേസ്. 9 വരുന്ന കേസ് ഏതൊക്കെയാണ് വരാം? 3, 6 വരും. അതുപോലെ 6ഉം 3ഉം വരും. പിന്നെ 5 and 4 അടുപ്പിച്ച് വരും. അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം എത്ര കോമ്പിനേഷൻ കിട്ടി? 4 എണ്ണം കിട്ടി. അതുകൊണ്ട് പ്രോബബിലിറ്റി ഈക്വൽ ടു 4/36. ഇനി അതുപോലെ 10 വരുന്നത് ഏതൊക്കെയാ? 6 and 4 വരും. പിന്നെ 2 ഡേയ്സിലും 5 വരുന്ന ഒരു കേസ് വരും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 3/36. ഇനി 11th കേസ് വരുമ്പോൾ 2 കോമ്പിനേഷനേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഡൈസിൽ 5 ആകാം 6 ആകാം. അപ്പോൾ ആ കോമ്പിനേഷൻ്റെ 2 പെയേഴ്സ്. അപ്പോൾ ആൻസർ എത്രയാണ്? 2/36. ഇനി ലാസ്റ്റ് വൺ 12 വരണമെങ്കിൽ മസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കണം? 2 ഡൈസിലും 6 തന്നെ വരണം. അപ്പോൾ 6,6 ഇവിടെ വരുമ്പോൾ ഒരു പെയർ ആൻസർ. അപ്പോൾ 1/36. ഇപ്പം എല്ലാ സമ്മിൻ്റെയും പ്രോബബിലിറ്റീസ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തു. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് മാക്സിമം പ്രോബബിലിറ്റി ഏതിനാണെന്നാണ്. അപ്പോൾ നോക്കിയേ, എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഹയസ്റ്റ് ഏതിനാണെന്ന് മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഹയസ്റ്റ് വാല്യൂ കിട്ടുന്നത് ഏതിനാണ്? 6/36 ആണ് ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ഈ ലാർജസ്റ്റ് വാല്യൂ വന്നിരിക്കുന്നത് ഏതിലാണ്? ലാർജസ്റ്റ് വന്നിരിക്കുന്നത് സം 7ലാണ്. അപ്പോൾ നമുക്ക് എടുത്തെഴുതാം, മാക്സിമം പ്രോബബിലിറ്റി ഈസ് ഓഫ് സം 7. ഈ 7ൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്നും അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പി ഓഫ് സം 7 ഈക്വൽ ടു ആ പ്രോബബിലിറ്റി എടുത്തെഴുതാം. എത്രയാണ്? 6/36. വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിടാം. 6 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 1/6. ക്ലിയർ അല്ലേ ഈ പ്രോബ്ലം? അപ്പം ഇങ്ങനത്തെ വലിയ പ്രോബ്ലംസ് വരുമ്പോൾ എപ്പോഴും എളുപ്പം ടാബ്ലേറ്റ് ചെയ്യുക. നമ്മുടെ റിസൾട്ട്സിനെ എല്ലാം ഒരു ടേബിളിൽ എഴുതി ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മളുടെ ഫൈനൽ റിസൾട്ടിൽ നിന്ന് ഏതിനാണോ മാക്സിമം പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഏതിനാണോ ലീസ്റ്റ് പ്രോബബിലിറ്റി അത് നമുക്ക് എടുത്ത് എഴുതാം. ക്ലിയർ അല്ലേ ഈ പ്രോബ്ലം? അപ്പം ഇത്രയാണ് മെയിനായിട്ട് പ്രോബബിലിറ്റിയിൽ കവർ ചെയ്യുന്ന പ്രോബ്ലംസ്. ഇത് വളരെ ചെറിയ പാഠമാണ്. 10th മാത്സിലെ ഏറ്റവും ചെറിയ പാഠമാണ് പ്രോബബിലിറ്റി. അപ്പോൾ ഓഫ് കോഴ്സ് ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമുക്കിത് ചെയ്ത് നല്ല പ്രാക്ടീസ് വേണം. അപ്പോൾ അതിനു വേണ്ടി മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാം പോയിന്റിൻ്റെ ഗൈഡ്
യൂസ് ചെയ്യാം. അപ്പോൾ ഏതൊരു പ്രോബ്ലം തന്നാലും അതിൻ്റെ കേസ് എന്താണെന്ന് മനസ്സിലാക്കി ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസും നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസും കണ്ടുപിടിക്കാം. അതിനുശേഷം പ്രോബബിലിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ താങ്ക് യു.